ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് വേദ പുതിയൊരു തെളിവോടെ കോടതിയിൽ ഹാജരാക്കാണ്. എന്റെ കക്ഷി മോഷ്ടിച്ചു എന്ന് പറയുന്ന തുകയിൽ നിന്നും, അതായത് 10 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപ ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിനായി നൽകി എന്നാണ് പി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാ എന്റെ കക്ഷി എവിടെയും പണം കൊടുത്തിട്ടില്ല. വിശ്വനാഥൻ ഫ്ലാറ്റ് വാങ്ങിക്കാനായി ഒരു ചിട്ടിയിൽ ചേരുക മാത്രമാണ് ചെയ്തത്. അതിനായി ഒപ്പിട്ട് കൊടുത്ത രേഖ ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കിയ രേഖകളാണ് പ്രോസിക്യൂട്ടർ ഇവിടെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോഴേക്ക് അയാൾ ഒബ്ജക്ഷൻ പറയുമ്പോ കോടതി ഒബ്ജക്ഷൻ ഓവർ റൂൾ കൊടുക്കുക. വേദോറിൻ താങ്ക് യു സാർ. വിശ്വനാഥന്റെ സഹോദരനായ വിനായകനാണ് ചിട്ടി കമ്പനിയിൽ എന്റെ കക്ഷിയെ ചേർത്തത്. എന്റെ കക്ഷിയെ മാത്രല്ല 50ഓളം ആൾക്കാരെ വിനായകൻ ചേർക്കുകയും അതിനുള്ള കമ്മീഷൻ ചിട്ടി കമ്പനിയിൽ നിന്നും കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖ ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ പരാതിക്കാരന്റെ ഭാര്യ പിതാവായ ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ളതാണ് ആ ചിട്ടി കമ്പനി. സ്വന്തം കമ്പനിയിലെ ജീവനക്കാരനെ തന്റെ ഭാര്യ പിതാവിന്റെ ചിട്ടി കമ്പനിയിൽ ചേർത്ത് ആ രേഖ ഉപയോഗിച്ച് കൃത്രിമമായി ഉണ്ടാക്കുകയാണ് ശ്രീകാന്ത് ശങ്കരനാരായണൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്റെ കക്ഷി മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ പണത്തിന്റെ സീരിയൽ നമ്പർ അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ബാങ്കിലേക്ക് അടയ്ക്കാൻ കൊടുത്ത പണത്തിന്റെ സീരിയൽ നമ്പർ ഓർത്ത് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കൃത്യത്തിന്റെ തെളിവാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട യുവർ ഓണർ. ഇപ്പൊ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒന്ന് നിന്ന് വിറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഹാജരാക്കിയ മോഷ്ടാവ് ഷാജി വെളിപ്പെടുത്തിയതുപോലെ ആ പണം തിരികെ ശ്രീകാന്തിനെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അയാളുടെ ഭാര്യ പിതാവിനോട് എന്റെ കക്ഷി വിശ്വനാഥൻ അടച്ചെന്നുള്ള 5 ലക്ഷം രൂപ കോടതി മുമ്പാകെ സമർപ്പിക്കാൻ കഴിയുന്ന മുൻകൂട്ടി കണ്ടേ പ്രോസിക്യൂഷൻ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം സമർപ്പിച്ചതാണ് ആ രേഖകളെന്ന് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു. ഏത് മോഷണ കേസിലും പ്രധാനപ്പെട്ട ഒന്നാണ് തൊണ്ടിമുതൽ. ഇവിടെ തൊണ്ടിമുതൽ ഹാജരാക്കാൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ കക്ഷിക്കെതിരെ ഈ കേസ് നിലനിൽക്കാൻ പോകുന്നില്ല. ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസം എന്റെ കക്ഷിക്കെതിരെ മൊഴി നൽകിയ SK ട്രേഡേഴ്സിന്റെ മാനേജർ സുഭാഷിനെ ക്രോസ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. അപ്പൊ കോടതി ഗ്രാൻഡഡ് പറയും. അങ്ങനെ സുഭാഷിനെ വിളിക്കുമ്പോ സുഭാഷ് ശ്രീകാന്തിനെ നോക്കിക്കൊണ്ടാണ് പേടിച്ച് അവിടെ വന്ന് നിൽക്കുന്നത്. വേദ പറയും, സുഭാഷ് കോടതി മുമ്പാകെ നിങ്ങൾക്ക് സത്യം പറയാം. ഈ നിൽക്കുന്ന വിശ്വനാഥന്റെ കയ്യിൽ പണം കൊടുത്തു വിടാൻ മാനേജരോട് പറഞ്ഞത് നിങ്ങളാണോ? അതെ. അപ്പൊ വേദയ്ക്കും അയാളിപ്പോ എവിടെയുണ്ട്? മകളുടെ വിവാഹമായതുകൊണ്ട് ഇപ്പൊ ലീവിലാണ്. വിശ്വനാഥന്റെ കയ്യിൽ നിന്നും പണം അടങ്ങുന്ന ബാങ്ക് തട്ടിയെടുക്കാൻ ഷാജിയെ ചുമതലപ്പെടുത്തിയത് ആരാണ്? ഷാജിയെ കൃത്യം ഏൽപ്പിച്ചത് നിങ്ങളാണോ? സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് വക്കീല് പറയുന്നത് മനസ്സിലായിട്ടില്ല. കടലാസ് കെട്ടുകൾ ഷാജി ഏൽപ്പിച്ചിട്ട് വിശ്വനാഥിന്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കാൻ ഷാജിയെ നിയോഗിച്ചത് നിങ്ങളായിരുന്നില്ലേ സുഭാഷ്? അപ്പൊ അയാൾ പറയും, അല്ല ഞാൻ എന്തിനത് ചെയ്യണം? വേദ അങ്ങ് ഞെട്ടിപ്പോവും. ശ്രീകാന്ത് നിന്ന് ചിരിക്കുക. നിങ്ങളും മിസ്റ്റർ ശ്രീകാന്തും കൂടെയാണ് അത് ചെയ്തതെന്ന് എന്നോട് നിങ്ങൾ സമ്മതിച്ചതല്ലേ? സുഭാഷ് പറയും, എന്റെ മുതലാളിയുടെ പേരില് വെറുതെ ഇല്ലാത്ത പറയാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ വക്കീലെ? വേദ ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോ ജഡ്ജ് ചോദിക്കും, അഡ്വക്കേറ്റ് വേദ, വാട്ട് ഹാപ്പനിങ് ഹിയർ? നിങ്ങൾ എന്ത് പ്രൂവ് ചെയ്യാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്? യുവർ ഓണർ, ഇയാളും ശ്രീകാന്തും കൂടെ നടത്തിയ നാടകമായിരുന്നു ഇതെന്ന് എന്നോട് സമ്മതിച്ചതാണ്. ജഡ്ജ് ചോദിക്കും, അതിന് തെളിവുണ്ടോ? വേദയ്ക്ക് ഒന്നും പറയാനില്ല. അപ്പോ പി പറയും, സ്വന്തം കക്ഷി കോടതിയിലെ ശിക്ഷിക്കപ്പെടുന്നറിഞ്ഞപ്പോ പ്രോസിക്യൂഷൻ സാക്ഷിയെ വീട്ടിൽ പോയി കണ്ട് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുകയാണേ ഈ ജൂനിയർ വക്കീൽ. ഇത് കേൾക്കുമ്പോ വേദ അങ്ങ് ഷോക്കായി പോവും. വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ സ്വന്തം ജോലിയോടും സ്ഥാപനത്തോടും കൂറുള്ള സുഭാഷ് അതിന് വഴങ്ങിയില്ല എന്നതാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. ജഡ്ജി പറയും, പി പ്രോസിക്യൂഷൻ രേഖകളിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് തൊണ്ടിമുതലാണ്. 5 ലക്ഷം രൂപ ഫ്ലാറ്റ് വാങ്ങിച്ചതിനായി നൽകിയെന്നാണ് രേഖ. എങ്കിൽ ബാക്കി 5 ലക്ഷം രൂപ എവിടെയാണെന്നുള്ളതും തെളിയിക്കാനുള്ള ചുമതല പ്രോസിക്യൂഷനുള്ളതാ. അപ്പൊ പ്രോസിക്യൂഷൻ ശ്രീകാന്തിനെ എങ്ങനെ നോക്കുമ്പോ ശ്രീകാന്ത് ഇങ്ങനെ തലയാട്ടും. ഇത് വിക്രം കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് കോടതിയിൽ സമർപ്പിക്കുക. വിശ്വനാഥന്റെ കയ്യൊപ്പ് ദുരുപയോഗപ്പെടുത്തിയതാണെന്നാണ് അവരുടെ വാദം. അത് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് അവസരം കൊടുക്കണം. കേസ് അടുത്ത 26-ലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ ആ ഭാഗം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പുറത്തിങ്ങനെ ചിരിച്ചു നിൽക്കുക. വേദ വരുമ്പോ, വക്കീലെ വളരെ എളുപ്പത്തിൽ സുഭാഷിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാന്ന് കരുതിയല്ലേ? എന്തായാലും ആദ്യത്തെ സെക്ഷനേക്കാളും ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ടെന്നേ. പക്ഷേ എനിക്കെതിരെ വാദിക്കാൻ നീ ആയിട്ടില്ല. അടുത്ത ദിവസം അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയുന്ന 5 ലക്ഷം രൂപ ഞാൻ ഹാജരാക്കിയിരിക്കും. അതോടെ ഈ കേസിന് ഒരു അവസാനം ഉണ്ടാകും. അങ്ങനെ ആ കുടുംബത്തിൽ ഓരോരുത്തരെ ഞാൻ തള്ളിപ്പറഞ്ഞ് നിന്നെ എല്ലാവരും കൂടെ പുറത്താക്കുന്നത് ഞാൻ കാണിച്ചു തന്നിരിക്കും. നീ കാത്തിരുന്നോ എന്നും പറഞ്ഞ് ശ്രീകാന്ത് അവിടുന്ന് പോവാണ്. വേദയ്ക്ക് അങ്ങ് സങ്കടാവുന്നുണ്ട്. അങ്ങനെ വേദ വിഷമിച്ച് നിൽക്കാണ് അവിടെ. ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ വീട്ടിലാണ്. നന്ദിനി അവിടെ അങ്ങനെ ദേഷ്യത്തിലിരിക്കുക. വിനായകൻ ചോദിക്കും, നീ എന്താടി പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്? അത് ടെൻഷൻ കൊണ്ടാണ് വിനയേട്ടാ. വേദ എന്ന് വിശ്വട്ടിനെ പുറത്തിറക്കുന്നു പറഞ്ഞില്ലേ, അതിന്റെ ടെൻഷനാ. വിനായകൻ ചോദിക്കും, വേദ വിശ്വട്ടിനെ പുറത്തിറക്കുന്നുണ്ട്, നിനക്കെന്ത് ടെൻഷൻ? അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്?
നന്ദിനി പറയും വിഷുവേട്ടൻ പുറത്തിറങ്ങുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് പിന്നെ അവളായിട്ട് പുറത്തിറക്കുകയാണെങ്കിലോ എന്നോർത്തിട്ട് എനിക്ക് ടെൻഷൻ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ സ്ഥാനം ഈ വീട്ടിൽ ഒന്നുകൂടെ കൂടില്ലേ? അല്ലെങ്കിൽ തന്നെ അവൾ കോട്ടിട്ടപ്പോഴേ എനിക്ക് ടെൻഷൻ തുടങ്ങിയതാ. ഇപ്രാവശ്യം അവള് ജയിക്കുവോ? അപ്പൊ വിനായകൻ പറയും കഴിഞ്ഞ സെക്ഷനിൽ തോറ്റ സ്ഥിതിക്ക് ഈ പ്രാവശ്യവും തോൽക്കാനാണ് സാധ്യത കൂടുതലേ. ആണോ? അങ്ങനെയാണെങ്കിൽ നന്നായി. അപ്പൊ വിഷുവേട്ടന് ആര് പുറത്തിറക്കും? അതിന് നമുക്ക് വേറെ നല്ലൊരു വക്കീലിനെ വെക്കാം. വിനായകൻ ചോദിക്കും അതിന് ക്യാഷ് നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടുമോ? അത് കേൾക്കുമ്പോൾ നന്ദിനിക്കൊന്നും പറയാല്ല. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരും. നോക്കുമ്പോ മാഷും ശ്രീജേട്ടത്തിയും. നന്ദിനി പറയും വിഷുവേട്ടനില്ലല്ലോ, ജാമ്യം കിട്ടി കാണില്ലെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ബുള്ളറ്റിൽ വിക്രമും വേദയും അവിടെ എത്തും. കമല ഓടി വന്നിട്ട് വയ്ക്കും എന്താ മാഷേ അവന് ജാമ്യം കിട്ടിയില്ലേ? ശ്രീജ കരയാൻ തുടങ്ങും. എന്താ മോളുണ്ടായത്? ഇന്ന് ജാമ്യം കിട്ടുന്നല്ലേ പറഞ്ഞേ? അമ്മയെ പോലെ ഞാനും വേദയുടെ വാക്ക് വിശ്വസിക്കായിരുന്നു, പക്ഷേ എന്ന് പറഞ്ഞ് ശ്രീജടുത്തി കരയും. ഇത് കേൾക്കുമ്പോ തന്നെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാവും. വിക്രം പറയും പ്രോസിക്യൂഷൻ സാക്ഷിയെ പോയി കണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള നാണക്കേട് മാത്രമായി കോടതിയില്. അവനെ പോലുള്ള ഒരാളെ വിശ്വസിക്കാൻ തോന്നിയല്ലോ നിനക്ക്? ശ്രീജടുത്തി പറയും വിഷേട്ടം മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ പണം ഇതുവരെ തൊണ്ടു മുതലായിട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കോടതി വരെ പറഞ്ഞു. എന്നിട്ടും നമുക്ക് ജാമ്യം നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നാ അത് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാ എന്നിങ്ങനെ വേദയെ നോക്കിക്കൊണ്ട് പറയും. വേദ പറയും ശ്രീജടുത്തി നമ്മൾ പറയുന്ന പോലെയല്ല, കോടതിക്ക് കോടതിയുടേതായ ന്യായവും നിയമം ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി വേദയ്ക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ, അത്രയും ഞാനും പറഞ്ഞിട്ടുള്ളൂ. എന്നിപ്പോ ശ്രീജടുത്തി കുറച്ച് സ്ട്രോങ് ആയിട്ടാട്ടോ സംസാരിക്കുന്നത്. നന്ദിനിക്ക് സന്തോഷമാവും. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാ അത് വിരോധം കൊണ്ടാണെന്ന് പറയും. അതുകൊണ്ടാ ഇവള് വാദിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഞാൻ തടസ്സം നിൽക്കാണ്ടിരുന്നത്. LLB പരീക്ഷ കാണാതെ പഠിച്ച് പാസ്സാവാൻ മണ്ടി എന്ന് പറയുന്നത് എനിക്ക് വരെ പറ്റും. അതുപോലെയല്ല ഒരു കേസ് പഠിച്ച് വാദിച്ച് ജയിക്കാന്ന് പറയുന്നത്. ജൂനിയർ ആയപ്പോഴേക്കും കേസ് വാദിച്ച് ജയിക്കാന്നുള്ള അഹങ്കാരമായിരുന്നു ഇവൾക്ക്. ഇപ്പൊ എല്ലാവർക്കും മതിയല്ലോ. വിഷേട്ടന്റെ കേസ് ഇവള് തന്നെ വാദിച്ച് ജയിക്കുന്നു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാം. വേറെ ആരും ഇവൾക്ക് കേസ് കൊടുക്കാൻ പോകുന്നില്ലെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഇതാകുമ്പോ വിഷേട്ടനകത്ത് പോവുകയും ചെയ്യും, ഇവൾക്ക് ആ കേസ് നടത്തുകയും ചെയ്യാം. നല്ല ബുദ്ധി തന്നെ നിന്റേത്. വേദ പറയും നന്ദിനിയെടുത്തി വെറുതെ അപവാദം പറയരുത്. വിഷേട്ടനെ ഞാൻ പുറത്തിറക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. കേസ് വിധിയായിട്ടില്ലല്ലോ, 26-ാം തീയതി വീണ്ടും കേസ് വിളിക്കുകയാണല്ലോ, അപ്പൊ നോക്കിക്കോളൂ. നന്ദിനി പറയും ഓ പിന്നെ നീ കുറെ നടത്തും. ശ്രീജടുത്തി നിങ്ങളുടെ ഭർത്താവ് അകത്ത് ജയിലിൽ പോയി കിടക്കണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളാവുന്ന വക്കീൽമാരെ ആരെങ്കിലും വെക്കാൻ നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ശ്രീജയ്ക്ക് ആകെ സങ്കടാകും. അപ്പൊ മാഷു പറയും മതി നിർത്ത്. കോടതിയിൽ എന്താ നടന്നതെന്ന് അറിയാൻ നന്ദിനി അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. കമല പറയും എനിക്ക് ഇങ്ങനെ തർക്കൊന്നും കേൾക്കണ്ട, വിശ്വേട്ടനെ എപ്പോ പുറത്തിറക്കാൻ പറ്റും അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. വേദ പറയും ആ മാനേജർ സുഭാഷെ കോടതിയിൽ വന്ന് സത്യം പറഞ്ഞോളാന്ന് എനിക്ക് വാക്ക് തന്നതാ. അത് ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തോടെ വിശ്വേട്ടനെ ജാമ്യം കിട്ടിയേനെ. ഞാൻ അയാളെ വിശ്വസിച്ചു പോയി, അതെനിക്ക് പറ്റിയ തെറ്റാ. ഒരു കാര്യം അമ്മ ഉറപ്പിച്ചോളൂ, അടുത്ത തവണ വിശ്വേട്ടൻ പുറത്തിറങ്ങിയിരിക്കും, അത് ഉറപ്പാ. അങ്ങനെ നോക്കുമ്പോ ഒരു കാറ് വരണേ. നോക്കുമ്പോ ശ്രീകാന്താണേ അവിടെ വന്ന് സ്റ്റൈലായി ആ കണ്ണടക്ക് ഉരുട്ട് വയ്ക്കും. എന്താ വേദ കോടതിയിൽ നിന്ന് തോറ്റു വന്നപ്പോ എല്ലാരും ഇട്ട് പൊരിക്കാൻ തോന്നുന്നു. വേദ പറയും നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഇവരുടെ എല്ലാവരുടെയും മുന്നിലെ നീ നാണം കെട്ട് നിൽക്കുന്നത് കണ്ടുപോണെന്ന് കരുതി അതുകൊണ്ട് കാർ ഇതുവഴി ഒന്ന് ചിരിച്ചു. ആഗ്രഹിച്ചത് നടക്കുകയും ചെയ്തു. പിന്നെ ഇവളെന്നല്ല ഏത് വക്കീൽ വിചാരിച്ചാലും നിങ്ങളുടെ മകൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല. കോടതിക്ക് തൊണ്ടി മുതലല്ലേ പ്രധാനം, അതെങ്ങനെ വേണമെന്ന് എനിക്കറിയാം. വേദ പറയും നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുമ്പോ അത് എളുപ്പമാണല്ലോ അല്ലേ? ശ്രീകാന്ത് പറയും നേരിട്ട് ഹാജരാക്കാൻ ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നും അല്ല. ആ പണം പോലീസ് ഹാജരാക്കും, അത് കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തും. എന്നിട്ട് ആരുടെ സഹായത്തോടെയാണ് അവിടെ കൊണ്ടുവച്ചതെന്ന് വിശ്വം തന്നെ പറയും. പോലീസ് പറയിക്കും. ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും. അപ്പൊ കമലയ്ക്കും വിശ്വം എന്ത് തെറ്റിതിട്ടാ അവനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ശ്രീകാന്ത് പറയും അവനോട് എനിക്ക് എന്ത് വിരോധം? എന്റെ വിരോധത ഈ നിൽക്കുന്ന ഇവളോടും ഇവനോടുമാണ്. എന്റെ കുടുംബത്തിന്റെ അന്തസ്സിന് അവിടെയാ ഇവനും ഇവളും കൂടെ കരി വാരി തേച്ചത്. അതിനെന്ത് പരിഹാരം വേണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുമുണ്ട്. അത് നടക്കുന്നത് വരെ ഇനിയും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ വേദ പറയും നിങ്ങൾ എന്ത് ചെയ്താലും അക്കാര്യം നടക്കാൻ പോകുന്നില്ല. അതിന്റെ പേരിൽ ഈ കുടുംബത്തിന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അത് പറയുന്നത് ഞാൻ തന്നെയാ, വേദ ശങ്കരനാരായണൻ. അപ്പൊ ശ്രീകാന്ത് പറയും നിന്റെ പേരിന്റെ കൂടെ നീ ഇപ്പോഴും ഉച്ചരിക്കുന്നത് പണിക്കത്ത് ശങ്കരനാരായണന്റെ പേരാണ്. ആ മനുഷ്യന്റെ പാരമ്പര്യത്തിൽ ഒരു തെണ്ടിയുടെ മകൻ പിറക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്തിരിക്കും, അത് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും. ഇത് കേൾക്കുമ്പോ വേദയ്ക്കും അവിടെയുള്ള ഓരോരുത്തർക്കും ദേഷ്യം വരണേ. ശ്രീകാന്ത് അതും പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ മാഷുവരെയും ഒന്ന് നിൽക്കണം. നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ് ഇല്ലാതാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഈ പെൺകുട്ടി ഏത് നിമിഷം നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാലും അത് തടയാൻ ഞങ്ങൾ നിൽക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങൾ പുലമ്പിയ അഭിമാന ബോധത്തെക്കുറിച്ച് കേട്ടതുകൊണ്ട് പറയാ ഇവളെന്റെ മകനെ ഉപേക്ഷിക്കുകയോ അത് എന്റെ മകനോടൊപ്പം നിൽക്കുമെന്നൊന്നും എന്റെ മകൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. പക്ഷേ സുധാകരൻ മാഷിന്റെ വീട്ടിലെ ഈ കുട്ടിക്ക് എത്ര കാലം നിൽക്കണമെന്ന് അവൾക്ക് തോന്നുന്നുവോ അത്രയും കാലം അവൾ ഇവിടെ തന്നെ നിൽക്കും. അതിനിടയിൽ എന്റെ മകനിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞും ഈ വീട്ടിൽ തന്നെ വളരും.
ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ പിന്തുടർച്ചയായ കുഞ്ഞായിട്ടല്ല, കളരിക്കൽ സുധാകരൻ മാഷിന്റെ തലമുറയിലെ കുഞ്ഞായിട്ട്. അതില്ലാതാക്കാൻ ഏതറ്റം വരെ നിങ്ങൾ പോയാലും തടയാൻ ഞാനുണ്ടാകും. ചെല്ല്. ഇത് കേട്ട് എല്ലാവരും ഷോക്കായി പോയി. മാഷി പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കണേ. ഇത് കേൾക്കുന്ന ശ്രീകാന്തിനാണെങ്കിൽ ദേഷ്യം വരികയാണ്. എങ്കിലും നാണം കെട്ട് അവിടുന്ന് പോകും. ഇത്രയും പറഞ്ഞ് മാഷ് അകത്തേക്കും പോവാ. മാഷ് പറയുന്നത് കേട്ട് ഇപ്പോഴും ഷോക്ക് മാറാതെ എല്ലാവരും മാഷ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ്. വിക്രം റൂമിൽ ഇങ്ങനെ ഇരിക്കുക. വേദ അങ്ങോട്ട് വന്നിട്ട് പറയും, വിക്രം എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിക്രം ചോദിക്കും, നിന്റെ ചേട്ടൻ വന്ന് പറഞ്ഞു പോയതിനെ കുറിച്ചാണോ? വേദ പറയും, എന്റെ ചേട്ടനെ കുറിച്ച് എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? വിശ്വേട്ടന്റെ കേസ് ഫയലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പണം വിശ്വേട്ടന്റെ കയ്യിൽ കൊടുത്തയച്ചത് അസിസ്റ്റന്റ് മാനേജറാണ്. തലേന്നാ ആ പണം ബാങ്കിൽ നിന്ന് പിൻവലിച്ചത്. അത് അതുപോലെ തിരിച്ച് അടയ്ക്കാൻ കൊടുത്തയച്ചിരിക്കുകയാണെന്നാ അവര് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് സ്വീകരിച്ചതിന്റെയും ആ പണത്തിന്റെ രസീതും സീരിയൽ നമ്പറും എല്ലാം അവർ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ആ പണത്തിൽ നിന്നാണ് വിശ്വട്ടൻ ഫ്ലാറ്റിന്റെ അഡ്വാൻസ് കൊടുത്തതെന്നാ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പണം അവർ ബാങ്കിൽ നിക്ഷേപിക്കാൻ സാധ്യതയില്ല. കുറച്ചു കാലത്തേക്കെങ്കിലും അത് അവരെവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. ആ പണം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് മുഴുവനായി ശ്രീയേട്ടന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ വിശ്വേട്ടൻ മോഷ്ടിച്ചു എന്നുള്ളത് കള്ളക്കഥയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. അത് സ്ഥാപിക്കാൻ പറ്റും. കറക്റ്റ് അല്ലേ? അപ്പോൾ വിക്രം അതാലോചിച്ചിട്ട് പറയും, കറക്റ്റ്. പക്ഷേ അത് എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. വേദ പറയും, അതാണ് പ്രശ്നം. വീട്ടിലെന്തായാലും ശ്രീയേട്ടൻ അത് സൂക്ഷിക്കില്ല. വിശ്വേട്ടൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലും അതുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ വിക്രം പറയും, അത് എവിടെയാണെന്ന് അറിയാൻ പറ്റുന്ന ഒരാളുണ്ട്. വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ ആ അസിസ്റ്റന്റ് മാനേജർ. വേദ പറയും, അവിടെയാ പ്രശ്നം. അയാളത് ഒരിക്കലും പറയുന്നു തോന്നുന്നില്ല. കോടതിയിൽ ഇപ്പൊ സംഭവിച്ചു കണ്ടില്ലേ? അയാളും നമ്മളോട് പറയും ശ്രീയേട്ടനാണ് പണം മാറ്റിച്ചതെന്ന്. കോടതിയിൽ അത് മാറ്റി പറയിക്കും. വിക്രം പറയും, അത് നിന്റെ രീതി തെറ്റായതുകൊണ്ടാ. നിന്റെ അപ്രോച്ച് വേണ്ട വിധത്തിലായിരുന്നില്ല. ഞാൻ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാ അവൻ പറയേണ്ടതുപോലെ പറഞ്ഞോളും. ഇതൊക്കെ കേൾക്കുമ്പോ വേദ ഊരയ്ക്ക് കൈവച്ച് എന്ന് പറഞ്ഞ് തലയാട്ടി നിൽക്കുക. എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം, താങ്ക്സ് എന്ന് പറഞ്ഞ വിക്രം അവിടുന്ന് പോവാണേ. വേദ ഇങ്ങനെ കയ്യും കെട്ടിങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്ന പ്രൊമോയിലെ ഇവർ രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ പ്രൊമോയിട്ട് ഉടൻ വരാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്